ധർമ്മസന്ദേശ യാത്ര കോട്ടയത്ത് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇനി സംഘടിപ്പിക്കാനുള്ള ജില്ലകളിലുള്ളവർ ഒട്ടും ഉണ്ടാവില്ല, അവർ അവിടുന്നേ കൂടുള്ളൂ. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായി പറയട്ടെ, എല്ലാവരെയും ഒന്നിച്ച് കാണാനും മറ്റും നിങ്ങൾ നിശ്ചയമായിട്ടും തിരുവനന്തപുരത്ത് വരണം 21-ാം തീയതി. വിഷയത്തിലേക്ക് മടങ്ങാം. എല്ലാവരും ശക്തമായി പ്രവർത്തിക്കുന്നവരാണ് അവരവരുടെ മേഖലകളിലും. എല്ലാ ശ്രമങ്ങളും ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ചിലർ വേദാന്ത പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ ഭജനകൾക്കും കീർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ സേവാപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, പലതരത്തിൽ. പക്ഷെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ പോലും, ഒരാശ്രമം പോലും നമ്മുടെ സമാജത്തിന് വേണ്ടി സമാജത്തിൽ പ്രവർത്തിക്കാത്തതായിട്ട് ഇന്നില്ല. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു സന്യാസിമാരൊക്കെ ആശ്രമങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്ന്. ഇന്നിപ്പോൾ ആരും അങ്ങനെ പറയരുത്. പറഞ്ഞാൽ ചിലത് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു സന്യാസി പോലും ഇന്ന് ആശ്രമത്തിൽ വിശ്രമിക്കാത്ത മട്ട. ഈ സമാജത്തിൽ അത്ര വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തിന് ഇങ്ങനെയൊരു യാത്ര? അവിടെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചു വന്ന് ഒന്നായി തീരുമാനിച്ച വിഷയങ്ങളെ സമാജത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടുന്ന അനിവാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയും ദൃഷ്ടാന്തങ്ങളും മറ്റും വിഭിന്നങ്ങളാകാമെങ്കിലും ഇവിടെ ധർമ്മസന്ദേശം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് ചിദാനന്ദപുരി സ്വാമിയുടെ വിഷയം മാത്രമല്ല. എല്ലാ സന്യാസിമാരും ഒത്തൊരുമിച്ചിരുന്ന് 2 ദിവസം പൂർണ്ണമായി രാപ്പകൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയങ്ങളാണ്. അതിൻ്റെ അവതരണ ശൈലി ചിദാനന്ദപുരി സ്വാമിയിലൂടെ വരുന്നുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക, നമ്മൾ ഒത്തൊരുമിച്ച് ഒന്നായി കേരളത്തോട് സംസാരിക്കേണ്ടുന്ന സന്ദർഭമാണ്. ഇവിടെ പ്രശ്ന പരമ്പരകളെക്കുറിച്ച് പറയുന്നില്ല. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയുന്നില്ല. അതാരും പ്രതീക്ഷിക്കരുത്. പറയുകയാണെങ്കിൽ സുദീർഘമായി ദിവസങ്ങളോളം പറയാനുള്ള വിഷയങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളിലും യുവജനങ്ങളിലും പെരുകുന്ന മയക്കുമരുന്നിനെ കുറിച്ച്, കുടുംബ ഛിദ്രതകളെക്കുറിച്ച്, പെരുകുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച്, പെരുകുന്ന ആത്മഹത്യകളെക്കുറിച്ച്, സർക്കാർ നിയന്ത്രിത ദേവസ്വങ്ങൾ ഹിന്ദുവെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച്,